നമസ്കാരം. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന ആർ.കെ. ഷൺമുഖം ചെട്ടി, അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ച നമ്മുടെ കൊച്ചി, ഇന്ന് രാവിലെ ഉറക്കമെണീറ്റപ്പോൾ കേൾക്കുന്ന നടുക്കുന്ന വാർത്തയാണ് DLF ഫ്ളാറ്റിലെ വെള്ളം കുടിച്ച് 500ഓളം ആളുകൾ ആശുപത്രിയിൽ ആണ് എന്ന ദാരുണമായ ഒരു വാർത്ത. കൊച്ചി എന്നും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. കുടിവെള്ളവും വേസ്റ്റും കൊച്ചിയുടെ പ്രശ്നമായി തീർന്നിട്ട് വർഷങ്ങളായി. ഈ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് 10-12 വർഷം മുമ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ ഇന്നും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. DLF ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഒരു മാസം 5500 രൂപ വെച്ചിട്ടാണ് ഏകദേശം 1100 കുടുംബങ്ങളിൽ നിന്ന് മെയിൻ്റനൻസ് ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ സാധിക്കില്ല. അവിടെ എത്തുന്ന കുടിവെള്ളം കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഈ അവസരത്തിൽ എന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ. ഏറെ നാണം തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത്, അവിടുത്തെ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ ഒരു ഭാരവാഹി ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുകയാണ്. കുടിവെള്ളമാണോ ഈ ഒരു ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമെന്ന് അറിയണമെങ്കിൽ പരിശോധന ഫലം വരണമെന്ന് പറയുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. കുറെ അധികം ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷ്യ വിഷബാധ ഉണ്ടാവണം എങ്കിൽ ഒന്നുകിൽ അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിൽ നിന്നാവണം ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടാവേണ്ടത്. മറിച്ചാണ് എങ്കിൽ അത് കുടിവെള്ളത്തിൽ നിന്നാണ് എന്ന് സാമാന്യബോധമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ ഓരോ ഫ്ലാറ്റിലും എത്തി വേസ്റ്റ് കളക്ട് ചെയ്യുകയും അത് സെഗ്രിഗേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന വിഷയമാണ്. പക്ഷെ കുടിവെള്ള പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ തന്നെ അവിടുത്തെ അസോസിയേഷൻ യോഗങ്ങളിൽ പല പ്രാവശ്യം ഇതൊരു വലിയ ആരോപണമായി ഉന്നയിച്ചിട്ടും അത് പരിഗണിക്കാതിരുന്ന അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഈ ഒരു അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. കുറെ ദിവസങ്ങളായി ഇവർ ആരോഗ്യ വകുപ്പിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരോഗ്യ വകുപ്പ് ഇന്നലെ മാത്രമാണ് ഈ പ്രശ്നം അറിഞ്ഞത് എന്നാണ് പറയുന്നത്. കുറെ അധികം ദിവസമായി അവിടെ DLF ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് അറിയാത്തത് എന്ന് മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന എത്ര ബാലിശമാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുറെ അധികം ആളുകൾ സമാനമായ രോഗലക്ഷണങ്ങളുമായി എത്തുമ്പോൾ അത് അറിയാനുള്ള ഒരു മാർഗം നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് ഇല്ല എങ്കിൽ ആ വകുപ്പങ്ങ് പിരിച്ചുവിടണം മന്ത്രി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്ര ബാലിശമായിട്ടാണ് വീണ ജോർജ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി? എന്താണ്? ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ കൊച്ചിയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ട് വന്നതിന് ശേഷം പല വീടുകളിലെയും കിണറുകളിൽ മലിനജലം ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇത് ശുദ്ധീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ പരിശോധിക്കുന്നതിനോ എന്തെങ്കിലുമൊക്കെ സംവിധാനം നമ്മുടെ ആരോഗ്യവകുപ്പിന് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? വാട്ടർ അതോറിറ്റിയുടെ തന്നെ പൈപ്പുകൾ പല സ്ഥലങ്ങളിലും പൊട്ടിയാണ് കിടക്കുന്നത്. ഈ കൊച്ചിയിൽ വെള്ളപ്പൊക്കമുണ്ടായ സാഹചര്യത്തിൽ ഈ പൈപ്പുകളിലേക്ക് ഒക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മലിനജലം കയറിയിട്ടുണ്ടാവാം. കൊച്ചിയിൽ പനി വർദ്ധിക്കുകയാണ്. പലവിധ പകർച്ചവ്യാധികൾ കൊണ്ട് കൊച്ചിയിലെ ജനം വലയുകയാണ്. സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലുമൊക്കെ രോഗികളുടെ തിരക്കാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന് പഠിക്കാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു വകുപ്പ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും കൊച്ചിയിൽ DLF ഫ്ലാറ്റിലുണ്ടായിരിക്കുന്ന ഈ ഒരു ദാരുണമായ സംഭവത്തിൽ നിന്നെങ്കിലും ആരോഗ്യ വകുപ്പ് കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. കുടിവെള്ളം അത് പരിശോധിക്കപ്പെടണം. ഫ്ലാറ്റുകളിലെയും അതോടൊപ്പം തന്നെ വീടുകളിലെയും ഒക്കെ കുടിവെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷമാണ് കൊച്ചി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടാവണം. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് വെക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. നന്ദി, നമസ്കാരം.